ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സ്തോത്രം. പിന്നെ നാം കാണുന്നത് അമ്മായിയമ്മയും മരുമോൾ രൂത്തും കൂടി ഒരുമിച്ച് നടക്കുന്നതാണ്. എങ്ങോട്ടാ? ബേത്ലഹേമിലേക്ക്. പണ്ട് വിട്ടുപോകുന്ന ബേത്ലഹേമിലേക്ക് രണ്ടുപേരും കൂടി നടക്കുകയാണ്. ബേത്ലഹേമിലേക്ക് തിരികെ നടക്കുകയാണ്. രൂത്ത് പ്രജാതിയാണ്. അവൾ ദൈവഭവനത്തിൽ വസിച്ചിട്ടില്ല. ആകെ അവൾക്കുള്ള പരിചയം ഭക്തിയുള്ള ഒരമ്മായിമ്മ ഉണ്ടായിരുന്നുള്ളത് മാത്രമാണ്. അതാണ് അവൾക്ക് ആകെയുള്ള യോഗ്യത. അവൾക്ക് അമ്മായിമ്മയിൽ കൂടി ദൈവത്തെ കാണാൻ പറ്റി. അത് വലിയ ഭാഗ്യമാണ്. നമ്മിൽ കൂടി നമ്മുടെ വീട്ടിലുള്ളൊരു ദൈവത്തെ കാണട്ടെ. നമ്മിൽ കൂടി. ഞാൻ പറയട്ടെ, നിങ്ങളൊരു വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു, ആൺമക്കൾ. നിങ്ങൾ ആ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചാൽ ആ വീട്ടിലുള്ളവർ നിങ്ങളെ കൂടി യേശുവിനെ കാണണം. നിങ്ങൾ സ്ത്രീകളോർക്കൂ, നിങ്ങളുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ചു ചെന്നു. ആ വീട്ടിലുള്ളൊരു പക്ഷേ വലിയ ഭക്തിയോ പ്രാർത്ഥനയോ എന്നുള്ളവരല്ല. പക്ഷേ നിങ്ങളുടെ ജീവിതം കണ്ട് അവർ യേശുവിനെ കാണണം. യേശുവിനെ കാണണം. അമ്മായിമ്മയുടെ ജീവിതം കണ്ട് രൂത്ത് ജീവനുള്ള ദൈവത്തെ കണ്ടു. അതൊരു വലിയ സാക്ഷ്യമാണ്. പറയുന്ന സാക്ഷ്യമല്ല, ജീവിത സാക്ഷ്യം. സാക്ഷ്യം പറയാനൊക്കെ പലരും ഉണ്ടാകും, പറഞ്ഞോട്ടെ. പക്ഷേ അതല്ല, ജീവിത സാക്ഷ്യം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്ന ഓഫീസിൽ യേശു ക്രിസ്തുവിനെ നിങ്ങളിൽ കൂടി കാണുവാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടോ? നിങ്ങളെ അവർ ചിലർ പരിഹസിക്കും. കാരണം യേശുവിനെ പരിഹസിച്ച ലോകമല്ലേ. പരിഹസിക്കും. ചിലർ ആക്ഷേപിക്കും. ചിലർ നിങ്ങളെ ഒറ്റപ്പെടുത്തും, നിങ്ങളെ കുറ്റപ്പെടുത്തും. ഇല്ലാത്ത കുറ്റങ്ങൾ നിങ്ങളുടെ മേൽ ആരോപിക്കും. പേടിക്കണ്ട. യേശുവിനെ കാണിച്ചു കൊടുക്കണം. നിങ്ങളുടെ ബിസിനസ് രംഗത്ത് യേശുവിനെ കാണിച്ചു കൊടുക്കണം. ബിസിനസ് നടത്തുന്നു, യേശുവിനെ കാണിച്ചു കൊടുക്കണം. കള്ളത്തരം പാടില്ല, തിന്മ ചെയ്യാൻ പാടില്ല, അവിടെ സൂത്രവും കൗശലവും പാടില്ല. നേരവോ ശരിയായ ഒരു ബിസിനസ്സുകാരനായിരിക്കണം. കർത്താവ് പ്രസാദിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരിക്കണം. ചിന്തിക്കൂ നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ ഭാര്യ യേശുവിനെ കാണുന്നുണ്ടോ നിങ്ങളിൽ കൂടി? നിങ്ങളുടെ ഭർത്താവ് യേശുവിനെ കാണുന്നുണ്ടോ നിങ്ങളിൽ കൂടി? മക്കൾ യേശുവിനെ കാണുന്നുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തിൽ കൂടി? പ്രിയപ്പെട്ടവരെ, നാം യേശുവിനെ കാണിച്ചു കൊടുക്കുന്നവരായി തീരണം. നവമിയും രൂത്തും കൂടി ഒരുമിച്ച് നടക്കുകയാണ്. ഒരാൾ ഒരു ദൈവദാസി, മറ്റേയാൾ ദൈവദാസിയാകാൻ പോകുന്നവൾ. ദൈവത്തിന് സ്തോത്രം. ഒരുമിച്ച് നടക്കുകയാണ്. നടന്ന് ബേത്ലഹേമിലെത്തി. അതിൻ്റെ പേര് യാത്രാ സൗകര്യമൊന്നും ഒന്നില്ലല്ലോ. നടന്നെത്തി. എത്ര ദിവസം നടന്ന് എനിക്കറിയാൻ പാടില്ല. വളരെ ക്ഷീണിച്ചാണ് ചെന്നത്. അപ്പോഴേക്കും അവിടെ ബേത്ലഹേമിലുള്ളവർക്കെല്ലാം വലിയ ആഹ്ലാദം. അയ്യോ, ഈ നവമിയല്ലേ വന്നിരിക്കുന്നത്? നമ്മുടെ ഇടയിൽ നീ അടുത്ത കാലത്ത് അങ്ങ് മോവാബിലേക്ക് പോയ നവമിയല്ലേ വന്നിരിക്കുന്നത്? അല്ല, ഇത് നവമിയോ? അവരാശ്ചര്യപ്പെട്ടു. അവിടെ നവമി പറഞ്ഞു, അയ്യോ, ഇനി അങ്ങനെ വിളിക്കല്ലേ, എന്നെ നവമി എന്ന് വിളിക്കല്ലേ. എന്നെ നിങ്ങൾ വേണമെങ്കിൽ മാറായെന്ന് വിളിച്ചുകൊള്ളൂ, കയ്പെന്ന് വിളിച്ചുകൊള്ളൂ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായാൽ പ്രവർത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി നവമിയല്ല, ഞാൻ മാറായാണ്. ഡോണ്ട് കോൾ മീ പ്ലസൻറ്റ്, ബട്ട് കോൾ മീ ബിറ്റർനെസ്. പ്ലസൻ്റ് അല്ല ഞാൻ. നവമി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്ലസൻ്റ് എന്നാണ്. ഞാൻ ഇനി പ്ലസൻ്റ് അല്ല. വാക്ക് പേരിന് അർത്ഥമുണ്ട്, നല്ല അർത്ഥമുള്ള പേരാണ്. പ്ലസൻറ്റ്, സന്തുഷ്ടിയുള്ളവൾ, സന്തോഷമുള്ളവൾ, പ്രസന്നതയുള്ളവൾ. എന്നാൽ ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നൊരു കാലത്ത്. നിറഞ്ഞവളായി ഞാൻ പോയി. ഇവിടുന്ന് പോകുമ്പോൾ നിറഞ്ഞവളായിട്ട് തന്നെ പോകുന്നത്. പക്ഷേ ഒഴിഞ്ഞവളായി ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങൾക്ക് പലർക്കും അങ്ങനെ തോന്നുന്നില്ലേ? നിറവിൻ്റെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? വീട്ടിലെന്നും സമൃദ്ധി, എന്നും സന്തോഷം, എന്നും അനേകർ കൂടി വരുന്നു, അനേക അതിഥികൾ വരുന്നു, അവർ സൽക്കരിക്കുന്നു, അവർക്ക് എല്ലാ വിധത്തിലും സൽക്കാരം കൊടുത്ത് പറഞ്ഞു വിടുന്നു. അതിഥികൾ വരുന്നു, ധാരാളം പേര് വരുന്നു. ഒരു നിറവിൻ്റെ കാലം ഉണ്ടായിരുന്നില്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. സമൃദ്ധിയുടെ ഒരു കാലം ഉണ്ടായിരുന്നില്ലേ? പൈസയ്ക്ക് വഞ്ഞമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്നോ നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. വായിക്കാം. ഒന്നാം അധ്യായം 19 വാക്യം വായിക്കാം. അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു. അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി. ഇവൾ നൊവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു. അവൾ അവരോട് പറഞ്ഞത്, നൊവോമി എന്നല്ല, മാറ എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നവമിക്ക് പരാതിയുണ്ട്. ആരോടാ? ദൈവത്തോട്. ദൈവം എന്നോട് കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നത്. ഞാൻ എന്ത് കുറ്റം ചെയ്തിട്ട് എനിക്ക് തോന്നുന്നത്? എൻ്റെ ഭർത്താവ് മരിച്ചു, എൻ്റെ 2 ആൺമക്കൾ മരിച്ചു, ഞാൻ എന്താ ചെയ്തത്? എന്ത് തെറ്റാ ചെയ്തത്? സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. ബാങ്കിൽ ധാരാളം ബാലൻസ് ഉള്ളവർ, ധാരാളം തുകയുണ്ട്. പക്ഷേ ഇന്നോ ഒറ്റ പൈസ പോലും ബാങ്കിലില്ല. ഒഴിഞ്ഞുപോയി, എല്ലാം തീർന്നു. ഇന്ന് ദാരിദ്ര്യമായി, പ്രയാസമായി, പണത്തിന് ഞെരുക്കമായി.
ഒരു കാലത്ത് ആരെങ്കിലും വന്ന് പൈസ ചോദിച്ചാൽ കടം കൊടുക്കാനുണ്ടായിരുന്നു, സഹായിക്കാനുണ്ടായിരുന്നു, പാവപ്പെട്ടവരെ സഹായിക്കാനുണ്ടായിരുന്നു. പക്ഷേ ഇന്നോ ഇല്ല, പൈസയില്ല. നിറഞ്ഞവളായി ഞാൻ ജീവിച്ച കാലമുണ്ട്, എന്നാൽ ഞാൻ ഒഴിഞ്ഞവളായി തീർന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി ഞാനിതാ മടങ്ങി വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ പുസ്തകത്തിൻ്റെ അവസാനത്തേക്ക് വരുമ്പോൾ ആ നിറവ് പിന്നെയും മടങ്ങി വരികയാണ്. 10 ഇരട്ടിയാൽ 100 ഇരട്ടി അത്യന്തം ശക്തമായ രീതിയിൽ ആ നിറവ് മടങ്ങി വരികയാണ്. ഐശ്വര്യം മടങ്ങി വരികയാണ്, സമൃദ്ധി മടങ്ങി വരികയാണ്. ജീവനുള്ള ദൈവത്തെ വിശ്വസിച്ച് നിങ്ങൾ പുറപ്പെട്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടതകളോടുകൂടെ, ഞെരുക്കങ്ങളോടുകൂടെ, ഉപദ്രവങ്ങളോടുകൂടെ അനേകം സഹോദരീ സഹോദരന്മാരുണ്ടാകും. ഞെരുക്കങ്ങളോടുകൂടെ അനേകം ഭവനങ്ങളുണ്ടാകും. കഷ്ടപ്പാടുകളോടും ഉപദ്രവങ്ങളോടും കൂടെ അനേകം സഹോദരങ്ങളുണ്ടാകും, സഹോദരവർഗമുണ്ടാകും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വാഗ്ദത്തമാണത്. നിങ്ങൾ വിശ്വസിക്കൂ, നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ പറഞ്ഞു തരാം. പ്രിയപ്പെട്ടവരെ, എല്ലാ നിറവും എല്ലാ ഐശ്വര്യവും മടങ്ങി വരും. അങ്ങനെ മടങ്ങി വരുന്നൊരു കാലമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിങ്ങൾക്ക് മടക്കിത്തരും. ഒറ്റയ്ക്കൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾ പിന്മാറിപ്പോയടുത്ത് നിങ്ങൾ മടങ്ങി വരണം. മോവാബ് ദേശത്ത് നിങ്ങൾ മടങ്ങി വരണം. പ്രിയപ്പെട്ടവരെ, സങ്കടത്തോടെയാണ് വരുന്നത്, നിരാശയോടെയാണ് വരുന്നത്. എൻ്റെ ജീവിതത്തിൽ കൈപ്പായല്ലോ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എനിക്ക് ഏറ്റവും കൈപ്പായുള്ളത് വന്നുപോയല്ലോ എന്ന് ദുഃഖത്തോടെയാണ് വരുന്നത്. സർവ്വസ്ഥൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളതായ ആ തീവ്രമായ വേദനയോടെയാണ് വരുന്നത്. ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നുള്ള സങ്കടത്തോടെയാണ് വരുന്നത്. ദൈവത്തോടുള്ള ഹൃദയത്തിൻ്റെ പരാതിയോടുകൂടിയാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം മാറുന്നൊരു സമയം വരുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം മാറും. ഫുൾനെസ് കിട്ടും, സമ്പൂർണ്ണത കിട്ടും, ഫീസ്റ്റ് കിട്ടും, വലിയ സദ്യ കിട്ടും. വെഡ്ഡിങ്ങിൻ്റെ മഹോത്സവത്തിൽ പങ്കെടുക്കാം. സന്തോഷത്തിൻ്റെ സതിരുകൾ കൊണ്ടാടാൻ സാധിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ തരാമെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇതൊക്കെ വ്യാമോഹിക്കുകയാണെന്ന്, വെറുതെ പറയുന്നതാണെന്ന്? ഇതൊക്കെ പ്രസംഗ ഭാഷയല്ലേ എന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയുണ്ടോ? അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? മക്കളെ, ഞാൻ പറഞ്ഞു തരട്ടെ. ദൈവത്തിന് സ്തോത്രം. ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി തരാൻ യേശുവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കി തരാൻ യേശുവിൻ്റെ അരികത്ത് നിൽക്കുന്നുണ്ട്. മോളെ, നിൻ്റെ ഹൃദയം എനിക്ക് നീ തുറന്നു തരിക. ഞാൻ ബലം പിടിച്ച് അത് തുറക്കുകയില്ല. അകത്ത് സാക്ഷിയുണ്ട്, അകത്ത് കുറ്റിയുണ്ട്. കുറ്റി നീ തുറക്കണം. അകത്ത് നിന്ന് നീ അകത്തുള്ളവൾ, ഞാൻ പുറത്ത് നിൽക്കുന്നു. നീ അകത്ത് നിന്ന് കുറ്റി മാറ്റണം. എന്നിട്ട് നീ തുറന്നു തരിക, ഞാൻ അകത്തേക്ക് വരാം. സ്തോത്രം. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും ഒരു ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് ചെന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. കയ്പ് മാറ്റാൻ വന്നിരിക്കുകയാണ്, സങ്കടം മാറ്റാൻ വന്നിരിക്കുകയാണ്, ദുഃഖം മാറ്റാൻ വന്നിരിക്കുകയാണ്, ആപത്ത് മാറ്റാൻ വന്നിരിക്കുകയാണ്, അപകടം മാറ്റാൻ വന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദൈവമക്കൾക്ക് ആപത്ത് വരില്ലെന്ന് ഞാൻ പറയില്ല. ദൈവമക്കൾക്ക് രോഗം വരില്ലെന്ന് പറയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരില്ല എന്ന് പറയില്ല. ദൈവത്തിന് സ്തോത്രം. കഷ്ടനഷ്ടങ്ങൾ വരാം. പക്ഷേ ഉണ്ടല്ലോ, അതിന് മധ്യത്തിൽ ഒരു ശാന്തി ഹൃദയത്തിൽ നിറഞ്ഞു. ദുരിതങ്ങൾ വരാം, ആ ദുരിതത്തിൻ്റെ മധ്യത്തിൽ ഒരു ശാന്തത ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. രോഗങ്ങൾ വരാം, ആ രോഗത്തിൻ്റെ മധ്യത്തിൽ ഒരു പ്രശാന്തി ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അനുഭവിക്കാമെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ജീവിതം ഇനിയും ജീവിക്കേണ്ടത് ആവശ്യമാണെങ്കിൽ കർത്താവ് ആയുസ് നീട്ടിത്തരും. അല്ല, മതി മോനെ തിരിച്ചു പോരേ എന്നാണ് പറയുന്നതെങ്കിൽ കർത്താവിൻ്റെ ഇടയിലേക്ക് ഞാൻ പറന്നു പോകും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിനെ കാണണം. ഇവിടെ എന്നെ നിങ്ങൾ കാണണ്ട, ഈ പറയുന്ന മനുഷ്യനെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ കാണേണ്ടത് യേശുവിനെയാണ്. യേശുവാണ് നിങ്ങളുടെ അരികത്തൊന്ന് മുട്ടുന്നത്, വേറെ ആരുമല്ല. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് വേണ്ടി ചങ്ക് തുറന്ന് കർത്താവ് യേശുവാണ് വന്ന് നിൽക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ നിന്ന് രക്തമൊഴുക്കിയ ക്രിസ്തുവാണ് വന്ന് നിൽക്കുന്നത്. അവനെ നിങ്ങൾ കാണുക. കർത്താവേ, നീ എനിക്ക് വേണ്ടി തിരക്തം ചിന്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കയ്പ് മാറ്റാനാണ്, എനിക്ക് മധുരം തരാനാണ് നിൻ്റെ തിരുവിലാവ് തുറന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, നിൻ്റെ ശരീരത്തേറ്റ 5 മുറിവുകളും എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഏൽക്കേണ്ട ശിക്ഷയാണ് നീ ഏറ്റവും ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടാ. അതിന് തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ വേദശാസ്ത്രപരമായ പശ്ചാത്തലം എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവേ, എനിക്കതൊന്നും അറിഞ്ഞുകൂടാ. എനിക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ അറിഞ്ഞുകൂടാ. പക്ഷെ ഒന്നെനിക്കറിയാം, ഞാനൊരു പാപിയാണെന്ന് എനിക്കറിയാം. കർത്താവേ, എൻ്റെ പാപം നീ വഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഞാൻ ഈ കേൾക്കുന്ന സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തു എൻ്റെ സകല പാപങ്ങളും സകല ഭാരങ്ങളും ചുമന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾ ചുമന്നുകൊണ്ടാണ് യേശു കുരിശിൽ ഏറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കുറേനക്കാരനായ ശിവൻ്റെ കാര്യം നാം കേട്ടല്ലോ. കുറേനക്കാരൻ ശിവൻ, ദൈവത്തിന് സ്തോത്രം. പടയാളികൾ നിർബന്ധിച്ചുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ പിന്നാലെ നിന്ന് കുരിശിൻ്റെ അറ്റം താങ്ങിയത്. പടയാളികൾ നിർബന്ധിച്ചു. അവൻ സ്വമേധയാ അറ്റം താങ്ങാൻ പോയവനല്ല, കുരിശിൻ്റെ അറ്റം താങ്ങാൻ പോയവനല്ല. അവൻ അങ്ങ് കൃഷിക്കാരനാണ്. ലിബിയയിൽ, അവിടെ കുറേനായി എന്ന് പറയും, ലിബിയയിൽ താമസിച്ച പാവം കൃഷിക്കാരനാണ്, കുറേനക്കാരനാണ്. അവൻ വന്നത് ഉത്സവത്തിൻ്റെ നാളുകളിൽ അവിടെ ഉത്സവത്തിൽ സംബന്ധിക്കാൻ വന്നതാണ്. പെസഹ പെരുന്നാളിൻ്റെ ഉത്സവം.
ഉത്സവത്തിൽ വന്നപ്പോഴുണ്ട് വലിയ ആർപ്പുളി കേൾക്കാം, വലിയൊരു ആർപ്പുളി. എന്താണ് ഈ ആർപ്പുളി, എന്താണ് ശബ്ദം? അവന് മനസ്സിലായില്ല. അപ്പോഴുണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടൊരു കൂട്ടം ആളുകൾ പോകുന്നു. അപ്പോഴുണ്ട് ഇതാ യേശു കുരിശ് ചുമന്നുകൊണ്ട് പോകുന്നു. യേശു ആണെന്ന് അറിഞ്ഞുകൂടാ, ആരാണെന്ന് അറിഞ്ഞുകൂടാ. കുരിശ് ചുമന്ന് പോകുമ്പോൾ, ആ കുന്ന് കയറുമ്പോൾ, ഗോകുൽത്തായിലേക്കുള്ള കുന്ന് കയറുമ്പോൾ യേശു ക്ഷീണിച്ച് കാല് ചഞ്ചലിച്ച് അങ്ങ് വീഴുന്നത് കാണാം. എന്നിട്ട് അവർ ചാട്ടവാറുകൊണ്ട് അടിയേക്കുമ്പോൾ യേശു പിന്നെയും ഭാരപ്പെട്ട് കുരിശ് എടുത്ത് ചുമന്നുകൊണ്ട് എഴുന്നേൽക്കുന്നു. പിന്നെയും വേച്ച് പോകുന്നു. കുരിശ് ചുമന്നുകൊണ്ട്, ഭാരമേറിയ കുരിശാണ്, അത് ചുമന്നുകൊണ്ട് പോകുന്നു. കൊല്ലക്കാരൻ ശീമോന് സഹതാപം തോന്നി. എന്ത് തെറ്റ് ചെയ്തിട്ടാണോ ഇങ്ങനെ ഈ വലിയ ശിക്ഷ അനുഭവിക്കുന്നത്? അവന് മനസ്സിലായില്ല, ശീമോന് മനസ്സിലായില്ല. പക്ഷേ അവൻ ആ സഹതാപത്തോടു കൂടി യേശുവിൻ്റെ പിന്നാലെ ചേർന്ന് നടന്നപ്പോൾ പടയാളി പറഞ്ഞു, അത്ര വലിയ സഹതാപമാണെങ്കിൽ നീ ഒന്ന് താങ്ങിക്കൊടുക്ക്. പടയാളി നിർബന്ധിച്ചു. അവൻ ആ കുരിശിൻ്റെ അറ്റം താങ്ങി. സ്തോത്രം. വേച്ച് വിഷമിച്ച് കിതച്ച് കുരിശ് ഒന്ന് പോകുന്ന യേശു ഒന്ന് തിരിഞ്ഞു നോക്കി, ശിമോനെ എനിക്ക് ആശ്വാസം തന്നത് ആരാണ്? എൻ്റെ ഈ കുരിശ് താങ്ങാൻ എനിക്ക് സഹായിയായത് ആരാണ്? അത് നോക്കി. ആ നോട്ടത്തിൽ എല്ലാ രക്ഷയും ഉണ്ടായിരുന്നു. ആ നോട്ടത്തിൽ എല്ലാ സമാധാനവും ഉണ്ടായിരുന്നു. എൻ്റെ സഹോദരങ്ങളെ, യേശു ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണ്. ഭാരത്തോടിരിക്കുന്നവരെ, ക്ലേശങ്ങളിൽ വലയുന്നവരെ യേശു നോക്കുകയാണ്. ശിമോനെ യേശു നോക്കി. ശിമോൻ സന്തോഷത്തോടെ കുരിശ് വന്നു. ആ ഒരു നോട്ടം മതി ശിമോനെ വാസ്തവത്തിൽ അവരൊറ്റ നോട്ടം കൊണ്ട് വാസ്തവത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെല്ലാം മാറിയതുപോലെ തോന്നി. കുരിശും ചുമന്നുകൊണ്ട് അവൻ പോവുകയാണ്, യേശുവിൻ്റെ പിന്നാലെ പോവുകയാണ്. അപ്പോഴുണ്ട് ചുമലിൽ ഒരു ചെറിയ നനവ് പോലെ. എന്താണാവോ? യേശുവിൻ്റെ തിരുമുറികളിൽ നിന്ന് ഒഴുകുന്ന രക്തം ഇങ്ങനെ ചെനച്ച് ഒഴി വന്ന് ശീമോൻ്റെ മേലൊന്ന് തൊടുകയാണ്. എന്തൊരത്ഭുതം, എന്തൊരു സമാധാനം! ആ തിരുരക്തം ശരീരത്തിൽ തൊട്ടപ്പോഴേക്കും ശീമോന് വലിയ ആശ്വാസമായി, വലിയ സന്തോഷമായി. ശീമോൻ ആ രക്തത്തിൻ്റെ സ്പർശമേറ്റപ്പോൾ ഉണർവുള്ളവനായി തീർന്നു, ഉന്മേഷമുള്ളവനായി തീർന്നു. ശീമോൻ എന്തു ചെയ്തു? ശീമോൻ പിന്നെ കുരിശിൻ്റെ ഭാരം അറിഞ്ഞില്ല, യേശുവിനെ തന്നെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെയും ആ തിരക്തത്തിൻ്റെ ചില ചാലുകൾ വന്ന് സ്വന്തം ശരീരത്തിലേക്ക് ഇങ്ങനെ ചാലുകളായി ഒഴുകുന്നു. എന്തൊരു സമാധാനം! ഹല്ലേലൂയ! എൻ്റെ കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾക്ക് ഇത് അനുഭവിച്ചുകൊണ്ട് പോകാം, നാളേക്ക് ആക്കണ്ട. ആ തിരക്തം ഒന്ന് തൊട്ടാൽ മതി, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറിപ്പോകും. നിങ്ങളുടെ കുടുംബം സമാധാനമായി തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. ശീമോൻ്റെ മക്കൾ അലക്സാണ്ടറും രൂഫോസും, അവർ രണ്ടുപേരും അനുഗ്രഹിക്കപ്പെട്ടു. ശീമോൻ്റെ ഭാര്യ ഈ രൂഫസിൻ്റെ അമ്മ, അവളും അനുഗ്രഹിക്കപ്പെട്ടു. എന്തുകൊണ്ട്? ശീമോൻ ഒരാൾ കർത്താവിൻ്റെ കുരിശ് താങ്ങി. പ്രിയരെ, ചോദിക്കട്ടെ, നിങ്ങൾക്ക് യേശുവിൻ്റെ കുരിശ് താങ്ങാൻ താല്പര്യമുണ്ടോ? യേശുവിൻ്റെ കുരിശ് താങ്ങാൻ. ദൈവത്തിന് സ്തോത്രം. ഇത്രയ്ക്കൊന്നും ഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ ആത്മീയത്തിലേക്ക് പുറപ്പെട്ടത്. മനസ്സ് നഷ്ടപ്പെട്ടപ്പോൾ ഇത്രയ്ക്കൊന്നും മനസ്സിലാക്കിയില്ല. ഇത്രയും സുഖകരമാണ് ഞാൻ മനസ്സിലാക്കിയില്ല. ഇത്രയും ആസ്വാദ്യമാണ് ഞാൻ മനസ്സിലാക്കിയില്ല. കർത്താവിൻ്റെ വേല ഇത്രയും മധുരമാണ് ഞാൻ മനസ്സിലാക്കിയില്ല. ദൈവത്തിന് സ്തോത്രമെങ്കിലും ഞാൻ വിട്ടുപോകാതെ എന്നെ കർത്താവ് പിടിച്ച് തടഞ്ഞു നിർത്തിക്കൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. ചിലപ്പോഴെല്ലാം വിട്ടു പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. ചിലർ ആക്ഷേപിച്ചപ്പോൾ, ചിലർ പരിഹസിച്ചപ്പോൾ, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വരുത്തിയപ്പോൾ എന്തിനാ ഞാൻ ഈ പഴി ഏൽക്കണം എന്നൊക്കെ തോന്നിപ്പോയിട്ടുണ്ട് ചില കാലങ്ങളിൽ. അതെല്ലാം പാവമാണെന്ന് പിന്നീട് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ചേർന്ന് നിന്നു. ദൈവത്തിന് സ്തോത്രം. ചേർന്ന് നിന്നു, ചേർന്ന് നടന്നു. മുന്നേ യേശു പോകുന്നു. യേശുവിൻ്റെ കുരിശിൻ്റെ ഒരറ്റം യേശുവിൻ്റെ തോളിൽ, മറ്റേ അറ്റം എൻ്റെ തോളിൽ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് ഏറ്റുവാങ്ങാമോ ഈ കുരിശ്? ഈ കുരിശ് ഏറ്റുവാങ്ങാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇന്ന് നിങ്ങൾ അനുഗ്രഹീതരായി തീരും. ദൈവത്തിന് സ്തോത്രം. ശീമോൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ശീമോൻ വളരെ സന്തോഷത്തോടെ കുരിശ് അവൻ ചുമലിൽ വെച്ചുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ നടക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ആ കുരിശിന്മേൽ അത് ആ ഗോകുൽത്താമലയുടെ മുകളിൽ ചെന്ന് കാൽവഴിയുടെ ഉന്നതങ്ങളിൽ കുരിശ് നിലത്ത് നിവർത്തിയിട്ടു. യേശുവിനെ കുരിശിന്മേൽ കിടത്തി. എന്നിട്ട് യേശുവിൻ്റെ കാൽ ഒരാൾ ചേർത്ത് പിടിച്ചു. ഒരു കാലിന് മീതെ മറ്റേ കാലിന് ചേർത്ത് പിടിച്ചു. രണ്ട് പടയാളികൾ, ഒരാൾ ചേർത്ത് പിടിച്ചു, വേറൊരാൾ ആ കാലിൻ്റെ രണ്ട് വശത്തും ഒരാൾ പിടിച്ച് അമർത്തി വെച്ചുകൊണ്ടിരുന്നു. വേറൊരാൾ നീണ്ട കാര്യരുമ്പാണി തറച്ച് ആ കുരിശിനോട്, ഉണങ്ങിയ മരത്തോട് ചേർത്തു. ആദ്യം ചെയ്തത് കാലിൽ തറയ്ക്കാൻ കാരണം, അല്ലെങ്കിൽ കാലിൽ ഒരാണി തറച്ചിട്ട് പിന്നീട് മറ്റത് തറയ്ക്കാൻ അതവിടെ ചേരുകയില്ല, കാല് ചേരുകയില്ല. കിടക്കുമ്പോൾ കാല് ചേർന്നിരിക്കുകയില്ല. കിടക്കുന്ന സമയത്ത് ആ കാല് മരത്തോട് ചേർന്നിരുന്നാൽ മാത്രമേ കുരിശിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. നാം നിവർന്ന് കിടക്കുമ്പോൾ കാല് നിവർന്നു വരും.
അതുകൊണ്ടാണ് ആദ്യം കാല് ചേർത്ത് വെച്ച് അടിച്ചത്. അപ്പോൾ കാല് നിവർന്നു വരാനുള്ള ടെൻഡൻസി ഉണ്ടല്ലോ, അതുകൊണ്ട് കാല് നിവർന്നു വരാൻ തുടങ്ങുമ്പോഴേക്കും ഭയങ്കര വേദന. കാല് നിവർന്നു വരാൻ തുടങ്ങുമ്പോഴേക്കും രക്തം ഇങ്ങനെ ചീറി തെറിക്കുന്നു. പടയാളികൾ അത് ചെയ്തുകൊണ്ടിരുന്നു. വേറൊരു പടയാളി അവിടെ കൈയെ നീട്ടി വലിച്ച് കുരിശിലേക്ക് ചേർത്ത് അണച്ചു. വേറൊരാൾ മറ്റേ കൈ ചേർത്ത് പിടിച്ചു, ആണി അടിച്ചു. 3 ആണികൾ. ദൈവത്തിന് സ്തോത്രം. ഈ 3 ആണികളിൽ യേശു കുരിശിന്മേൽ കിടന്നു. ഞാനൊരിക്കൽ ചിന്തിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ അറിവില്ലായ്മയിൽ ചിന്തിച്ചു പോയി. കർത്താവിൻ്റെ നെഞ്ചും വയറും അരിയുമെല്ലാം ഒന്നൊരു കയറുകൊണ്ട് കെട്ടി കുരിശോട് ബന്ധിച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രയാസം ഉണ്ടാവുകയില്ലായിരുന്നല്ലോ. ഈ കൈ രണ്ടും കാൽ രണ്ടും ചേർത്തിട്ടുള്ളൂ, ബാക്കി ഭാഗം മുഴുവൻ മുന്നോട്ട് ആഞ്ഞു കിടക്കുകയാണ്. ശ്വാസം കിട്ടുന്നില്ല. ദൂരെയുള്ളവർ പോലും ആ അലർച്ച കേൾക്കാം. ശ്വാസം കിട്ടാതെയുള്ള വലി, എങ്ങലടിച്ചുള്ള വലി, ശ്വാസം കിട്ടുന്നില്ല, ഓക്സിജൻ കിട്ടുന്നില്ല. കർത്താവ് ഇങ്ങനെ വലിച്ചുകൊണ്ട് കിടന്നു, ആയാസപ്പെട്ട് കിടന്നു, യാതന അനുഭവിച്ചുകൊണ്ട് കർത്താവ് കിടന്നു. എന്തിന്? സ്തോത്രം. കൊലക്കാരനായ ശിമോൻ മാത്രമല്ല, ഈ പാവിയായ എനിക്കും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി യേശു രക്തം ചിന്തി. നിങ്ങളുടെ പാപം പോക്കാൻ, നിങ്ങളുടെ പാപം കഴുകാൻ, നിങ്ങളുടെ ഭാരം ഏറ്റെടുക്കാൻ, നിങ്ങളുടെ ആകുലം മാറ്റാൻ, നിങ്ങൾക്ക് സ്വീറ്റ്നെസ് തരാൻ, മധുരം തരാൻ, ഹല്ലേലൂയ, കൈപ്പ് മാറ്റാൻ യേശു ഇതാ കുരിശിന്മേൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ വിശ്വസിക്കുമോ പ്രിയപ്പെട്ടവരെ? യേശു കുരിശിന്മേൽ കിടക്കുന്നു. ഇന്ന് ഈ ക്രൂശിതനായ യേശുവിനെ നിങ്ങളുടെ മുമ്പിൽ കർത്താവ് വരച്ച് കാണിച്ചു തരികയാണ്. പരിശുദ്ധാത്മാവ് വരച്ച് കാണിച്ചു തരികയാണ്. ക്രൂശിതനായ യേശു, ദൈവത്തിന് സ്തോത്രം. ക്രൂശിതൻ കുരിശിന്മേൽ കിടന്ന് പിടയുന്നു, വേദനിച്ച് പുളയുന്നു. പക്ഷെ ഒരു അപശബ്ദം വന്നില്ല. ഒന്ന് മാത്രമേ വന്നുള്ളൂ, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്നതെന്ന് ഇവർ അറിയുന്നില്ലല്ലോ, അവരോട് ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഇവർ ചെയ്യുന്നത് എന്നതെന്ന് അറിയായികളോട് ക്ഷമിക്കണമേ. അതാണ് ക്രിസ്തീയ സ്നേഹം. അതാണ് മധുരം കിട്ടുക എന്ന് പറയുന്നത്. അവിടെയാണ് മധുരം ലഭിക്കുന്നത്. അങ്ങനെ ഒരു മനോഭാവം നമുക്ക് വന്നാൽ, എതിരാളികളോട് പോലും സ്നേഹിക്കാനുള്ള മനോഭാവം വന്നാൽ, ഉപദ്രവിക്കുന്നവരെ പോലും സഹായിക്കാനുള്ള മനോഭാവം വന്നാൽ, എതിർക്കുന്നവരോട് മറുപടി ഇല്ലാതെ അവരുടെ നന്മ മാത്രം ആഗ്രഹിക്കാൻ തോന്നിയാൽ, അപ്പോൾ കുരിശ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായി തീർന്നു. കുരിശ് നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടു. സ്തോത്രം. കുരിശിനെ ചുംബിച്ചതുകൊണ്ടോ കുരിശിനെ മുത്തിയതുകൊണ്ടോ അനുഗ്രഹം കിട്ടുകയില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, കുരിശ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമാകണമെങ്കിൽ, കുരിശിൻ്റെ രക്ഷാസന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ പകരണമെങ്കിൽ, നിങ്ങൾ വിശ്വാസത്തോടെ ആ ക്രൂശിലേക്ക് നോക്കണം. എനിക്ക് വേണ്ടി പിടഞ്ഞു മരിച്ച എൻ്റെ രക്ഷകൻ, ഒരു കുറ്റവും ചെയ്യാതെ പാപിയായ എൻ്റെ പാപമെല്ലാം വഹിച്ച് കുരിശിൽ മരിച്ചവൻ, അവനൊരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു കുറ്റവും ചെയ്യാത്തവൻ എനിക്ക് വേണ്ടി എല്ലാ കുറ്റവും ഏറ്റെടുത്തു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഈ മഹാഭാഗ്യാവസ്ഥയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് മധുരം കിട്ടും. ഈ നവമി അവിടെ വന്നപ്പോൾ എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇത് നവമിയോ എന്ന് പറഞ്ഞു. ഇത് നവമിയോ? ആരാണിത്? അയ്യോ, ഇത്ര നാളായി കണ്ടിട്ട്. സ്ത്രീജനങ്ങളെല്ലാം ഒരുമിച്ച് കൂടി. എല്ലാവർക്കും സന്തോഷം നവമിയെ വീണ്ടും കിട്ടിയതിൽ. കാരണം നവമി ജീവിച്ചിടത്തെല്ലാം ഒരു മാതൃകാ സ്ത്രീയായിരുന്നു. ബേത്ലഹേമിലായിരുന്നപ്പോഴും മാതൃക, ഇപ്പോൾ അങ്ങ് മോവാബിൽ ചെന്നപ്പോഴും മാതൃകയുള്ളവളായിരുന്നുകൊണ്ട് ആളുകൾക്കെല്ലാം ഒരു ബഹുമാനമുണ്ട്. അയ്യോ, ഇതാര്? നവമിയോ? കാണാൻ അങ്ങ് മോവാബിലേക്ക് പോയി എന്ന് കേട്ടല്ലോ, നവമിയല്ലേ ഇത്? നവമി കുറുകിയോട് പറഞ്ഞു, എന്നെ നിങ്ങൾ ഇനി നവമി എന്ന് വിളിക്കില്ല കേട്ടോ, നവമി എന്ന് വിളിക്കല്ലേ കേട്ടോ. ഞാൻ നവമിയല്ല, ഐ എം നോട്ട് പ്ലസൻറ്റ്. ഞാൻ സന്തോഷമുള്ളവരാണ് പോയത്. നിറഞ്ഞവളായിട്ടാണ് ഞാൻ പോയത്. സന്തോഷമുള്ളവളായിട്ട് തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ ഞാൻ സന്തോഷമുള്ളവളല്ല. ഐ എം നോട്ട് നവമി, ഐ എം നോട്ട് പ്ലസൻറ്റ്. നിങ്ങൾ നവമി എന്നല്ല, നിങ്ങളെന്നെ മാറായി എന്ന് വിളിക്കാം. നിങ്ങൾക്ക് ഇനി വിളിക്കാം, നവമി എന്ന് വിളിക്കണ്ട. നിങ്ങളെന്നെ മാറായി എന്ന് വിളിച്ചാൽ മതി, കയ്പെന്ന് വിളിച്ചാൽ മതി. കയ്പാണ് എൻ്റെ ജീവിതം. സ്തോത്രം. കയ്പേറിയ ജീവിതം. ഹല്ലേലൂയ. ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് കേൾക്കുന്ന 10,000-കണക്കിന് ആളുകൾ മാത്രമല്ല, ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് അനേകർ ഒരുപക്ഷെ ആയിരങ്ങൾ കേൾക്കുന്നുണ്ട്. നാനാഭാഗത്തിൽ ഇരുന്നുകൊണ്ട് എല്ലാവരോടുമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ജീവിതം ഇതുവരെയും കയ്പാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് മധുരം തരാൻ യേശു വന്നിട്ടുണ്ട്. ഇതുവരെയും കയ്പായ അനുഭവങ്ങളാണോ കിട്ടിയതെങ്കിൽ മധുരം തരാൻ യേശു വന്നിട്ടുണ്ട്. വീണ്ടും ഞാൻ പറയുന്നു, ഇത് കേവലൊരു അഭിപ്രായമല്ല, യേശു ക്രിസ്തു നിങ്ങൾക്ക് തരുന്നൊരു വാഗ്ദത്തമാണ്. നിങ്ങളത് ഏറ്റുവാങ്ങണം, ചോദിച്ചു വാങ്ങണം. കർത്താവേ, ഞാനിതാ ഇവിടെ ഇരിക്കുന്നു, നിൻ്റെ വാഗ്ദത്തം എൻ്റെ കയ്യിലേക്ക് തരണമേ, അതെൻ്റെ ഹൃദയത്തിലേക്ക് പകരണമേ, എൻ്റെ ജീവിതത്തിൽ സാധ്യമായി തീരണമേ, എൻ്റെ കയ്പ് മാറ്റി എനിക്ക് മധുരം തരണമേ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പറയുകയാണ്, നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. സർവ്വശക്തൻ എനിക്ക് യഹോവ വിരോധമായി സാക്ഷീകരിക്കുകയും സർവ്വശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവമി എന്ന് വിളിക്കുന്നെന്ത്? അവളുടെ ഹൃദയത്തിൽ ദൈവത്തോടൊരു പരുഷത, ദൈവത്തോടൊരു പരാതി. സ്നേഹമുള്ളതുകൊണ്ടാണ് പരാതി. എങ്കിലും എന്നെ സ്നേഹിക്കുന്നതിൻ്റെ കർത്താവ്, ഞാൻ സ്നേഹിക്കുന്നതിൻ്റെ കർത്താവ് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇതാണ് അവളുടെ ചിന്ത. ദൈവം വിചാരിച്ചത് നിങ്ങൾ എൻ്റെ ഭർത്താവ് മരിക്കുകയില്ലായിരുന്നല്ലോ.
ദൈവം വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ ആൺമക്കൾ രണ്ടുപേരും മരിക്കുകയില്ലായിരുന്നല്ലോ, ഞങ്ങൾ 3 വിധവന്മാരായി ശേഷിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. എങ്കിലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൽ പരാതിയുണ്ട്, ഇല്ലേ, പരിഭവമുണ്ട്. ചില കാര്യങ്ങൾ വന്നപ്പോൾ, ചില രോഗങ്ങൾ വന്നപ്പോൾ, വിവാഹം പല ആലോചനകൾ നടത്തിയിട്ടും വിവാഹം നടക്കാതെ വന്നപ്പോൾ, കർത്താവെ ഞാൻ പ്രാർത്ഥിച്ചല്ലോ, പിന്നെ എന്താണ് എനിക്ക് വിവാഹം നടക്കാത്തത്? ചിന്തയുണ്ട്. കർത്താവെ ഞാൻ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, നീ എനിക്ക് ഒരു കുഞ്ഞിനെ തരാത്തത് എന്താണ്? ചിന്തയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ നാമം ഉയർത്തിക്കൊണ്ട് പറയട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിച്ചതെല്ലാം കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ചോദിക്കാത്തതും കൂടെ തന്നിട്ടുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുന്ന ആ ഒരു ദൈവമാണ് നമുക്കുള്ളത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞില്ല, കർത്താവേ എനിക്ക് ആയുസ് നീട്ടിത്തരണമെന്ന് ഞാൻ പറഞ്ഞില്ല. സ്തോത്രം, ഞാൻ പറഞ്ഞില്ല, കർത്താവേ നിൻ്റെ ഇഷ്ടം, ഇപ്പോൾ പോകണമെങ്കിൽ ഞാൻ തയ്യാറാണ്, പക്ഷേ ഒരു കറയില്ലാതെ എനിക്ക് കടന്നു വരണമല്ലോ, എൻ്റെ കറകളെല്ലാം നീ മായ്ക്കണം, ഇതേ ഞാൻ പറഞ്ഞുള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഒരു കറയുമില്ലാതെ, ഒരു പാവവും ബാക്കിയില്ലാതെ നീ എന്നെ മുഴുവനായിട്ട് കഴുകിയാൽ മതി, ഞാൻ എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവിന് തൃക്കരുണത്താൽ ഓടി ആ കരസ്പർശനം ഞാൻ അനുഭവിച്ചു. വലഞ്ഞു പോയ ചില സന്ദർഭങ്ങളുണ്ട്. ഞാൻ വശം കെട്ടുപോയ മനുഷ്യനാണ്, പക്ഷേ ഞാൻ ഒരിക്കലും കർത്താവെ എനിക്കിത് വന്നതെന്ന് ഒരു ചോദ്യം വന്നിട്ടില്ല. എന്താണ് എനിക്ക് സംഭവിച്ചത് ഒരിക്കലും എനിക്ക് ചിന്ത വന്നിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്ന കർത്താവ് ഇപ്പോഴും എന്നെ കാണുന്നു. അവിടെ നിശ്ചയിച്ച സമയത്ത് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, സംശയമില്ല. അത് അവിടുത്തെ ഇഷ്ടം. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധി. അത് ദൈവം നിയമിച്ചതാണ്. മരിക്കും, മരണമുണ്ട്. എന്നാണെന്ന് മാത്രമേ അറിയാൻ വയ്യാവുള്ളൂ. സഹോദരങ്ങൾ, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്, വ്യക്തമായി പറയാനുണ്ട്. നിങ്ങൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊള്ളണം. യേശുള്ളവരായി തീരണം. യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങണം. യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയണം. യേശു നിങ്ങളെ തലോടും നിങ്ങൾ അനുഭവിച്ചറിയണം. ആ തൃക്കരങ്ങൾ നിങ്ങളുടെ തലമേൽ വയ്ക്കുന്നത് നിങ്ങൾ അനുഭവിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആ തൃക്കരം നിങ്ങളുടെ തലമേൽ വെച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾ പ്രാപിക്കണം. എങ്ങനെ? പാവത്തോട് നിന്നേക്കുമായി യാത്ര പറയണം, പിശാചിനോട് യാത്ര പറയണം. സാത്താൻ അവകാശമുള്ളത് ഒന്നിനും ജീവിതത്തിൽ വരികയിലും തീരുമാനിക്കണം. നിങ്ങൾക്കുള്ളതായ പാപങ്ങൾ എന്തെല്ലാം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. എന്തെല്ലാമാണ് പാപങ്ങൾ? നിങ്ങൾക്കുടെ ജീവിതത്തിൽ നിന്നും ദൈവത്തിന് കടന്നു വരാൻ തടസ്സമായിട്ടുള്ളത് എന്തെല്ലാമാണ്? പിശാച് നിങ്ങളെ വേലി കെട്ടി ഉറപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റും പിശാച് വലിയ വേലികൾ കെട്ടിയിട്ടുണ്ട്, മതിലുകൾ കെട്ടിയിട്ടുണ്ട്. നിങ്ങളെ അവൻ കാരാഗ്രഹത്തിൽ ഇട്ടിരിക്കുകയാണ്. ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരുത്താൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. നിങ്ങൾ ശ്രമിച്ചാലും സാധിക്കുകയില്ല. യേശു ക്രിസ്തു എന്ന് വേണം കാരാഗ്രഹത്തിന് പൂട്ട് തുറക്കാൻ. സ്തോത്രം. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവൻ വന്ന് ഈ പൂട്ട് തുറക്കണം. സാത്താൻ്റെ കാരാഗ്രഹത്തിൻ്റെ പൂട്ട് തുറന്നു തരണം. മോനെ, നിന്നെ ബന്ധിച്ചിരിക്കുന്ന കാരാഗ്രഹത്തിൻ്റെ പൂട്ട് യേശു ക്രിസ്തു തുറന്നു തരണം. അതിൻ്റെ താക്കോൽ എൻ്റെ കൈവശമുണ്ട്. ഹല്ലേലൂയ. വെളിപ്പാട് 1 അധ്യായത്തിൽ നാം വായിക്കും, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്തോത്രം. മരണത്തിൻ്റെ താക്കോൽ യേശുവിൻ്റെ കയ്യിലുണ്ട്, പാതാളത്തിൻ്റെ താക്കോൽ യേശുവിൻ്റെ കൈവശമുണ്ട്. ഈ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എന്തുന്നവൻ അവനൊന്ന് പൂട്ട് തുറക്കും, അവനൊന്ന് നിൻ്റെ കയ്യിൽ പിടിക്കും, വരിക എന്ന് പറയും. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇന്ന് തീരുമാനിക്കുന്നു, യേശുവിൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലുണ്ട്. വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഇപ്പോൾ കർത്താവിനോട് പറയണം, കർത്താവേ എന്നെ നീ ഇന്ന് ജീവിപ്പിക്കണം. സ്തോത്രം. പിശാചിൻ്റെ പാതാളത്തിൽ നിന്ന് എന്നെ നീ വിടുവിക്കണം. കർത്താവേ, നിൻ്റെ കയ്യിൽ താക്കോലുണ്ടല്ലോ, നിൻ്റെ കയ്യിൽ അധികാരമുണ്ടല്ലോ. കർത്താവേ, പാതാളത്തിൻ്റെ വാതിൽ തുറന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം. കർത്താവേ, പിശാചിൻ്റെ കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് എന്നെ പുറത്തു കൊണ്ടുവരണം. സാത്താനെ ബന്ധിച്ചിരിക്കുന്ന വാതിൽ തുറന്ന് നീ എന്നെ പുറത്തു കൊണ്ടുവരണം. പാപത്തിൻ്റെ ചങ്ങല കൊണ്ട് എന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നു. ആ ചങ്ങലകളെല്ലാം നീ പൊട്ടിച്ച് കളയണം. ദൈവത്തിന് സ്തോത്രം. പിശാചിൻ്റെ ചങ്ങലകൾ പൊട്ടിച്ച് കളയണം. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കാമെന്നാണ് പറഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ഒരു സംശയവും വേണ്ട. ഏതെല്ലാം പാപങ്ങൾ വന്നെങ്കിലും എല്ലാ ചങ്ങലയും പൊട്ടിച്ചു തരും. ഏതെല്ലാം അശുദ്ധികൾ സംഭവിച്ചെങ്കിലും എല്ലാ അശുദ്ധിയും കഴുകിത്തരും. ദൈവത്തിന് സ്തോത്രം. എന്തെല്ലാം മാരകമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചെങ്കിലും എല്ലാം കർത്താവ് മാറ്റിത്തരും. എല്ലാത്തിനും പരിഹാരമുണ്ട്. ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഇത്രയും കാലം ഞാൻ നിന്നെ അറിയാതെ ജീവിച്ചു പോയി. ആത്മീയം എന്തെന്ന് ഗ്രഹിക്കാതെ ഞാൻ ജീവിച്ചു പോയി. യേശു ക്രിസ്തുവിനെ അറിയാതെ ഞാൻ ജീവിച്ചു പോയി. ചില ചടങ്ങുകളും ആചാരങ്ങളും മാത്രമായി ഞാൻ ജീവിച്ചു പോയി. കർത്താവേ, ചില മതപരമായ അനുഷ്ഠാനങ്ങളിൽ മാത്രം തങ്ങി നിന്നുപോയി. കരുണയുള്ള കർത്താവേ, ആത്മാവിൽ ഞാൻ നിന്നെ കണ്ടില്ല, ആത്മാവിൽ നിന്നെ അനുഭവിച്ചില്ല. നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്നുള്ളത് പറഞ്ഞു കേട്ടെങ്കിലും എനിക്ക് അനുഭവമായി തീർന്നില്ല. കരുണയുള്ള കർത്താവേ, ഇന്ന് ഇത് അനുഭവമാക്കുവാൻ ഞാൻ കൊതിച്ചുകൊണ്ട് തിരുമുമ്പാകെ ഞാൻ വന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഞാൻ തിരുമുമ്പാകെ വന്ന് നിൻ്റെ ഭാഗത്തുകൾ മുട്ടുമുടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കർത്താവേ, ഞാൻ തിരുമുമ്പാകെ ഇരുന്ന് നിന്നോട് യാചിക്കുന്നു. കർത്താവേ, നീ എൻ്റെ മേലുള്ള സാത്താൻ്റെ ബന്ധനങ്ങളെ അഴിച്ചു കളയണമേ.
എൻ്റെ ജീവിതത്തിൽ മാറ്റിത്തരണമേ. എൻ്റെ ജീവിതത്തിൽ മധുരം പകരണമേ കർത്താവേ. എൻ്റെ ജീവിതത്തിൽ സ്വീറ്റ്നസ് പകരണമേ. ബിറ്റർനെസ് മാറ്റി സ്വീറ്റ്നസ് തരുന്ന സ്വർഗീയ സ്നേഹം ഇന്ന് അനുഭവിക്കാൻ എനിക്ക് ഭാഗ്യം തരണമേ. കരുണയുള്ള കർത്താവേ, എൻ്റെ മേൽ തൃക്കര ഉയർത്തണമേ. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ഹാലലൂയ, ഹാലലൂയ. യേശു ക്രിസ്തുവോട് നിങ്ങൾ യാചിക്കൂ. യേശു വന്നിട്ടുണ്ട്, യേശു വന്നിട്ടുണ്ട്. മകനെ, യേശു നിന്നെ വിളിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. യേശു വന്നിട്ടുണ്ട് മകളെ, യേശു നിന്നെ വിളിക്കുന്നു, ദൈവത്തിന് സ്തോത്രം. യേശു നിങ്ങളെ വിളിച്ച് പേർ ചൊല്ലി വിളിക്കുകയാണ്. യേശു നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശു നിങ്ങളെ ആനയിക്കുകയാണ്. യേശു നിങ്ങളെ വിളിച്ച് ചേർക്കുകയാണ്. അകറ്റി വിടുകയല്ല, ശപിച്ച് മാറ്റുകയല്ല, സ്നേഹിച്ച് ചേർക്കുകയാണ്. യേശു നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. യേശു നിങ്ങളുടെ പേരറിയുന്നു. യേശു നിങ്ങളുടെ ജീവിതം എന്താണെന്നറിയുന്നു. യേശു കഴിഞ്ഞ കാലം അറിയുന്നു. ഇനി വരാനിരിക്കുന്ന എന്തെന്നവൻ അറിയുന്നു. എല്ലാം അറിയുന്നത് നിങ്ങളുടെ അരികത്ത് വന്നിരിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ആ യേശുവിൻ്റെ രക്തം സകല പാപമൊക്കെ ശുദ്ധീകരിക്കുന്നു. വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ കർത്താവ് പറയുവീൻ, കർത്താവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. ഹാലലൂയ, ഹാലലൂയ. ജീവനുള്ള ദൈവമേ, സ്നേഹം നിറഞ്ഞ പരിശുദ്ധ പിതാവേ, അവിടുത്തെ പാദപീഠത്തിങ്കിലേക്ക് ഇന്ന് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നതിനായി സ്തോത്രം. അപ്പോൾ ഈ മക്കളെ എല്ലാം അനുഗ്രഹിക്കണമേ. എല്ലാവരുടെ മേൽ തൃക്കരം വയ്ക്കണമേ. കർത്താവേ, പുതിയ തീരുമാനമെടുത്തിട്ട് പേര് സ്വർഗ്ഗരാജ്യത്തിൽ ജീവൻ പുസ്തകത്തിൽ എഴുതി ചേർക്കണമേ. സ്വർഗീയ പൗരത്വം നൽകണമേ. ക്രൂശിൻ്റെ മിത്രങ്ങളായി, ക്രൂശിൻ്റെ സാക്ഷികളായി പോകുവാൻ എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. ആരും ഇനി ക്രൂശിന് ശത്രുവായി ജീവിക്കാൻ ഇടവരാതെ കർത്താവേ, എല്ലാവരെയും നിൻ്റെ ചേർത്ത് അണച്ചുകൊള്ളണമേ. നാഥ, അവിടുത്തെ രണ്ടാമത്തവരിനോട് ഞങ്ങൾ എല്ലാവരും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണമേ. ആമീൻ.